بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد هاه الرحمة وميم الملك ودار الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير. بسم الله الرحمن الرحيم ووجدك ضالا فهدى ووجدك عائلا فأغنى مستقل دنياك أن ينسب الإمساك منها إليه والإعطاء അജ്വദുന്നാസ് എന്ന നമ്മുടെ ഈ ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. ഈ ആയത്തിൻ്റെ തഫ്സീർ വളരെ സൂക്ഷ്മമായി നാം പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണത്. അതിന് ആമുഖമായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അൽ മിനഹുൽ മക്കിയയിൽ പറഞ്ഞതായ ഒരു ഇബാറത്താണ് നാം ആദ്യം നാം ഉദ്ധരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഈ ആയത്തിന് എങ്ങനെ അർത്ഥം വെക്കണം എന്ന് നമുക്ക് ധാരാളം തഫ്സീറുകളിൽ നിന്ന് ഏതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തോട് യോജിപ്പ് എന്ന് വ്യക്തമാക്കാൻ കഴിയും. തങ്ങൾ പറയുന്നു ഒഫിസൈഫിൽ മസ്ലൂൽ ലിത്തഖിയ്യിസ്സുബ്കി അനിശ്ശിഫാ. ഖാദി ഇയാദിൻ്റെ ശിഫയെ തൊട്ട് നക്കിലായിട്ട് തഖിയ്യുദ്ദീൻ സുബ്കി തങ്ങളുടെ സൈഫുൽ മസ്ലൂൽ എന്ന കിതാബിലുണ്ട്. വ അഖറഹു, ശിഫയെ തൊട്ട് നക്കിൽ ചെയ്തതിനെ ഇമാം തഖിയ്യുദ്ദീൻ സുബ്കി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പുറത്തുള്ളത് എന്താ? അന്ന ഫുഖഹ അൽ ഉന്ദുലുസി, സ്പെയിനിലെ ഉന്ദുലുസ് അന്തലുസ് എന്നെല്ലാം പറയും. ആ അന്തലുസിലെ ഫുഖഹ അഫ്തൗ, അവർ ഫത്വ കൊടുത്തിരിക്കുന്നു ബിഇറാഖത്തി ദമിമൻ, ഒരു മനുഷ്യൻ്റെ രക്തം കുത്തി ഒലിപ്പിക്കണം, കൊല്ലണം എന്നതുകൊണ്ട് ഫത്വ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മനുഷ്യനാണ്. വസഫഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചു. നബി തങ്ങൾക്ക് വിശേഷണം നൽകി. ഫി അസ്നാഇ മുനാദറതിഹി, അദ്ദേഹവുമായി നടന്ന ഒരു മുനാദറിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശേഷണം നൽകി. എന്താണ് വിശേഷണം നൽകിയത്? ബിൽ യതീമി, യതീമ് എന്നതുകൊണ്ട് നബി തങ്ങൾ യതീമാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്കിലല്ല. നബിതങ്ങൾ യതീമായി ജനിച്ച തന്നെയാണല്ലോ, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ പുടുത്തം പെട് നബിതങ്ങൾ യതീമല്ലേ എന്ന് യതീംഖാനി ചേർക്കേണ്ട കുട്ടിയല്ലേ ഉള്ള അർത്ഥത്തിനാണ് ആ പറഞ്ഞത്. സുമ്മ സഅമ, പിന്നെ അയാൾ വാദിക്കുകയും ചെയ്തു അന്ന സുഹ്ദഹു ലം യകുൻ ഖസ്ദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ സാഹിദായിരുന്നു എന്ന് പറയപ്പെടലുണ്ട്. ആ നബി തങ്ങളുടെ സുഹ്ദ് ഖസ്ദൻ നിൽക്കല്ല, ലറൂരിയാണ്.
അതായത് നബി തങ്ങളുടെ സുഹൃദ് ദുന്യാവിൽ നബി തങ്ങൾക്ക് ഇടങ്ങറ് വന്നത്, നബി തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാതിരുന്നത്, അടുപ്പിൽ തീ കത്താതിരുന്നത്, നബി തങ്ങൾക്ക് പണയം വെക്കേണ്ടി വന്നത്, കടം വാങ്ങേണ്ടി വന്നത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധർമ്മം ചെയ്തത് കൊണ്ടും ഉള്ളത് ഒഴിവാക്കിയത് കൊണ്ടും മുതലുണ്ടായിരിക്കേ ചെയ്തതല്ല. വലൗ ഖദറ അല ത്വയ്യിബാതി അകലഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ കിട്ടുകയാണെങ്കിൽ നബി തിന്നുമായിരുന്നു. കിട്ടാത്തത് കൊണ്ട് നബി തങ്ങൾ സാഹിദായതാണ്. കിട്ടിക്കുകയാണെങ്കിൽ നബി തങ്ങൾ തിന്നും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യം പിടിച്ചത് കൊണ്ടിട്ടും നബി തങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടിട്ടുമാണ് നബി തങ്ങൾ അധിക സമയത്തും ദുനിയാവിൽ സാഹിദായത് എന്നല്ലാതെ ഉണ്ടായിട്ട് അത് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ധാരാളം വരുമാനമുള്ളത് കൊണ്ടോ നബി തങ്ങൾ താൽക്കാലികമായി ഉപയോഗിക്കേണ്ട വസ്തു ഇല്ലാത്തത് കൊണ്ടുവന്നതല്ല. നബി തങ്ങളുടെ സുഹൃദ് ലറൂരിയായ സുഹൃദാണ്, ഇല്ലാത്തത് കൊണ്ടുണ്ടായതാണ്. മനഃപൂർവ്വം നബി ഇഖ്തിയാരിയായതല്ല. തഖിയുദ്ദീൻ സുബ്കിൻ്റെ മുമ്പ് നാം ഫസ്റ്റായിട്ട് ഉദ്ധരിച്ച ഉദ്ധരണിയിലും ഈ പ്രയോഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിൽ ഇടങ്ങറ് വന്നതെല്ലാം ലറൂരിയായ ഇടങ്ങറല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തിയാരിയാണ്. നബി തങ്ങൾക്ക് സ്വന്തമായി ജീവിക്കുകയാണെങ്കിൽ ധാരാളം നബി തങ്ങളടുത്തുണ്ട്. പക്ഷെ മുഴുവനും കൊടുത്ത് ഒഴിവാക്കിയത് കൊണ്ട് ഇനി വരാൻ പോകുന്നുണ്ട്, നാം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരോ ദിവസവും നബി തങ്ങൾക്ക് എന്ത് തന്നെ ലഭിച്ചാലും അതെല്ലാം നബി തങ്ങൾ നാളേക്ക് വേണ്ടി ഒന്നും ബാക്കിയാക്കി വെക്കൂല. നബി തങ്ങളെ ഭൂമിയല്ലാത്ത ഇളമുതലുകൾ മുഴുവനും ഒഴിവാക്കുന്നവരായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ശൈഅൻ ലിഗദിൻ. ഈ നിരക്കല്ല, ഇല്ലാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണിയെടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉന്തുരുസിലെ രാജാ ഫുഖഹാ ഫത്വ കൊടുത്തു. അത് സുബ്കി ഇമാം അംഗീകരിച്ചിട്ടുമുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുടരുകയാണ്. വദക്കറൽ ബദ്റു സർകശിയു അൻ ബഅദിൽ ഫുഖഹായിൽ മുതാഖിരീങ്ങളായ ഫുഖഹാക്കളിൽ നിന്നുള്ള ഒരാളെ തൊട്ട് ഇമാം സർകശി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ? അന്നഹു കാന യഖൂൽ, ആ ഒരു ഫഖീഹ് പറയുന്നവരായിരുന്നു, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖീറൻ മിനൽ മാലി ഖത്തു. നബി തങ്ങളുടെ ജീവിതത്തിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ സമ്പത്തില്ലാത്തതിൻ്റെ മേൽ നബി തങ്ങൾ ഫക്കീർ ആയിട്ടേ ഇല്ല. നബി തങ്ങളുടെ ജീവിതത്തിൽ മുതലില്ലാതെ ഫക്കീറാകുന്ന സംഭവം ഉണ്ടായിട്ടേ ഇല്ല. വലാ ഹാലുഹു ഹാലു ഫക്കീർ, നബി തങ്ങളുടെ സാഹചര്യം ഒരിക്കലും ഫക്കീറിൻ്റെ സാഹചര്യവുമല്ല. ബൽ കാന അഗ്നന്നാസി ബില്ലാഹ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അഗ്നിയായിരുന്നു. അള്ളാഹു തആല നബി തങ്ങൾക്ക് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. ഫഖദ് കഫാ അംറ ദുനിയാഹു ഫീ നഫ്സിഹി വഇയാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യത്തിലും നബി തങ്ങൾ ഭക്ഷണം ചെലവ് കൊടുക്കേണ്ടവരുടെ കാര്യത്തിലുമെല്ലാം നബി തങ്ങൾ ദുനിയാവിൻ്റെ കാര്യം അള്ളാഹു തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. وكان يقول في قوله صلى الله عليه وسلم اللهم احيني مسكينا, ബഹുമാനപ്പെട്ട ആ ഫഖീഹ് പറയലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന എന്ന് പറയുന്ന ഹദീസ് നബി തങ്ങൾ പറഞ്ഞു എന്ന് വെക്കുകയാണെങ്കിൽ വിശദീകരണം മുമ്പ് നാം കഴിഞ്ഞു പോയിട്ടുണ്ട്. ദഈഫാണെങ്കിലും പല ത്വരീഖുകൾ കൂടെ വന്നതുകൊണ്ട് ആ ഹദീസിന് അർത്ഥം വെക്കണം. എന്താ അർത്ഥം? ഇന്നൽ മുറാദ ബിഹി ഇസ്തികാനത്തുൽ ഖൽബി, മനസ്സിനിക്കുള്ള തവാളു ആണ്, താഴ്മയാണ് ഉദ്ദേശമുള്ളത്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, മനസ്സിലേക്ക് താഴ്മയുള്ളവനായി എന്നെ ജീവിപ്പിക്കണേ എന്നാണ് അതിനർത്ഥമുള്ളത്. എന്തല്ല ലൽ മസ്കനത്തുല്ലത്തി ഹിയ അല്ലാ യജിദ മാ യഖൂ മൗഖിയം മിൻ കിഫായതിഹി, സ്വന്തം ജീവിതത്തിലേക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതില്ലാത്ത ഒന്നും തികച്ചെത്തിക്കാത്ത ആള്, ആ തികച്ച് എത്തിക്കാത്ത ഒരാൾ എന്നവനാക്കുള്ള മിസ്കീനല്ല. വകാന യുസദ്ദിദു നകീറ അലാ മൻ യഅ്തഖിദു ഖിലാഫ ദാലിക, ഇതിൻ്റെ എതിര് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവൻ്റെ അടി ശക്തമായി വിമർശനം നടത്തുന്നവരുമായി, ശക്തിയായി വിമർശിക്കുന്നവരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിൽ ഫക്കീർ തരം വന്നിട്ടേ ഇല്ല റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ. ഇത് അംഗീകരിക്കാത്തവർക്ക് ശക്തമായി വിമർശനം ചെയ്യുമായിരുന്നു. അൽ മിനഹുൽ മക്കിയ 308 പേജ്. ഇനി ആയത്തിൻ്റെ തഫ്സീറിലേക്ക് നമുക്ക് കടക്കാം.
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അവിടെ ആദ്യമായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ തഫ്സീറിൻ്റെ ഭാഗത്ത് സൂറത്ത് വല്ലുഹാൻ്റെ തഫ്സീർ സൂറത്ത് വല്ലുഹ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ തഫ്സീറിൽ പറയാണ്, കാല മുജാഹിദുൻ ഇദാ സജാ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന സജൻ്റെ അർത്ഥം ഇസ്തവാന, നേരെയായാൽ. വക്കാല വൈറുഹു സജാ അദ്ലമ വസകന. മുജാഹിദ് അല്ലാത്തവർ അവിടെ താരീഫ് പറഞ്ഞിട്ട് സജ എന്നതിന് അർത്ഥമുള്ള ഇരുട്ടായാൽ, അമർന്നാൽ എന്നെല്ലാമാണ്. പിന്നെ ഇമാം ബുഖാരി പറയാണ്, കുറച്ച് തഫ്സീർ ഖുർആൻ ബുഖാരിൻ്റെ ഉണ്ടാവുള്ളൂ. സാധാരണ പോണ തഫ്സീർക്ക് അങ്ങനെയാണ് വിടും. ഖിലാഫുള്ളോടത്ത് അല്ലെങ്കിൽ ബയാൻ ചെയ്യേണ്ടോടത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറയേണ്ടോടത്താണ് ഇമാം ബുഖാരി പ്രത്യേകം ഇടപെടുക. ആയിലൻ വവജദക ആയിലൻ ഫഅഗ്നാ. അവിടുത്തെ ആയിലൻ എന്ന് പറഞ്ഞാൽ ദൂ ഇയാലിൻ, അതിൻ്റെ ആയിലിൻ്റെ മൈനുള്ളത് ദൂ ഇയാല് എന്നാണ്. ഇയാൽ എന്ന് പറഞ്ഞാൽ ചെലവെടുക്കൽ നിർബന്ധമുള്ള ആളുകളായിട്ട് എത്തിച്ചു. ഇമാം റാസി തഫ്സീറിൽ ഈ അർത്ഥം പറയുന്നുണ്ട്. വജദക ആയിലനിക്ക് രണ്ടർത്ഥമുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥാണ് ആയിലനിക്ക് ദൂ ഇയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദൂ ഇയാലാണ്, തങ്ങൾ ദൂ ഇയാലാണ്. ആരാ? നബി തങ്ങൾക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇയാൽ നബി തങ്ങളെ കാത്ത് നബി തങ്ങൾ നോക്കുമെന്ന് മനസ്സിലാക്കി മദീനയിലും മക്കയിലും നബി തങ്ങളെ കാത്തിരുന്ന ഉമ്മത്ത്, ആ ഉമ്മത്ത് തങ്ങൾ ചെലവ് കൊടുക്കേണ്ട, തങ്ങളെ ആകർഷിച്ച് തങ്ങൾ ദഅവത്ത് നടത്തി തങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് തങ്ങളടുത്തേക്ക് വന്നവർ എല്ലാം വിട്ടു വന്ന മുഹാജിറുകൾ മദീനയിൽ. അതിൻ്റെ മുമ്പ് മക്കയിൽ തന്നെ അധിക പേരും അടിച്ചമർത്തപ്പെട്ട വലിയൊരു വിഭാഗം, അവരെല്ലാവരും തങ്ങളുടെ ഇയാലാണ്. അവർക്ക് ചെലവ് കൊടുക്കാൻ തങ്ങളെ ഞാൻ ഫഅഗ്ന, അതിന് വേണ്ടത് മുഴുവനും ഞാൻ തന്നിട്ടുണ്ട്. അതാണ് അഗ്ന. അല്ലാഹു അഗ്ന. അലം യജിദ്ക, അല്ലാഹു നിങ്ങളെത്തിച്ചില്ലേ. വജദക, അല്ലാഹു എത്തിച്ചിരിക്കുന്നു നിങ്ങളെ. ആയില, ധാരാളം ആളുകൾ തങ്ങളെ ആശ്രയിച്ചുള്ളവരായിട്ട് തങ്ങളെത്തിച്ചില്ലേ. ഫഅഗ്ന, അപ്പം തങ്ങളെ അപ്പം തന്നെ തങ്ങളെ അവൻ അള്ളാഹു നിങ്ങളെ മുതലാളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള മീർ അള്ളാഹുലേക്കാണ്. അള്ളാഹു നിങ്ങളെ ഒനിയാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി അർത്ഥം വെച്ച അർത്ഥം. വളരെ നല്ല അർത്ഥമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫക്കീറായിരുന്നു എന്നുള്ള ചർച്ചയെ അവിടെ ഇല്ല. നബി തങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. തങ്ങൾ ധാരാളം ആളുകളെ സംരക്ഷിക്കേണ്ടവരായിട്ട് തങ്ങളെ ഞാൻ എത്തിച്ചില്ലേ, അവൻ എത്തിച്ചില്ലേ. അവജദക, അവൻ എത്തിച്ചില്ലേ തങ്ങളെ. ഫഅഗ്ന, അപ്പോൾ അവൻ നിങ്ങളെ ഒനിയാക്കിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അവർക്ക് ഒന്നും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഹദീസുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഷറഉ ശിഫയിൽ വെക്കുന്നൊരർത്ഥമുണ്ട്. ഒരർത്ഥം സാധാരണ എല്ലാവരും വെക്കുന്ന മാതിരി വെക്കുന്നുണ്ട്, അതല്ലാത്ത വേറൊരർത്ഥം. അത് ഏകദേശം വളരെ ഫിറ്റായ അർത്ഥമാണ്. എന്താ? അലം യജിദ് ക, അവൻ നിങ്ങളെ എത്തിച്ചില്ലേ. എങ്ങനെ? വഫീഹിം ഐത്താ, തങ്ങളെ സമൂഹത്തിൽ അപ്പോൾ ധാരാളം യതീമക്കളുണ്ട്, ആ നിൽക്കെത്തിച്ചില്ലേ. യതീമൻ ഫആവാ, ഫആവൻ്റെ മഫ്ഊൽ മുഖദ്ദമായിട്ട് യതീമൻ. അപ്പം ഫആവാ ബിക യതീമ, നിങ്ങളെ കൊണ്ട് കുറേ യതീമക്കൾക്ക് സംരക്ഷണം നൽകില്ലേ. ഞാൻ നബിയായി അയക്കുന്ന സമയത്ത് അവിടെ നാട്ടിൽ ധാരാളം യതീമക്കളുണ്ട്. ആ യതീമക്കളെ നിങ്ങളെ കൊണ്ട് നാം അഭയം നൽകില്ലേ. അപ്പം നബി യതീമായതെന്നുള്ള വിഷയമല്ല അവിടെ പറഞ്ഞത്. നബി തങ്ങൾ നബിയായി വരുന്ന സമയത്തുള്ള സാഹചര്യമാണ്. അലം യജിദ്ക, നിങ്ങളെ അയച്ച സമൂഹത്തിൽ ധാരാളം യതീമക്കൾ ഉള്ളവരായിട്ട് നിങ്ങൾ അയച്ചില്ലേ.
യതീമൻ ഫആവാ, അപ്പോൾ ആവാ ബിക നിങ്ങളെ കൊണ്ട് യതീമിനേക്ക് അഭയം നൽകില്ലേ. വവജദക ളാല്ലൻ ഫഹദാ വവജദക വന്നാസു ഫീഹിം ളലാൽ, ജനങ്ങളിൽ വവജദക തങ്ങളെ അള്ളാഹു എത്തിച്ചില്ലേ ഏത് സ്ഥിതിയിൽ ജനങ്ങളിൽ ധാരാളം വഴികേടിലായ പഴച്ചതായ ആളുകളുണ്ട്. നന്മ എന്താണെന്ന് അറിയാത്ത ജനങ്ങളുടെ ഇടയിലല്ലേ നിങ്ങളെ നമ്മളെത്തിച്ചത്. ളാല്ലം ഫഹദാ, തങ്ങളെ കൊണ്ട് പഴച്ചു പോയ ആളുകളെ നാം ഹിദായത്താക്കി, അള്ളാഹു ഹിദായത്താക്കി. ളാല്ലൻ പഴച്ചവന്, ഫഹദ ബിക നിങ്ങളെ കൊണ്ട് അവൻ അള്ളാഹു ഹിദായത്താക്കി. ഇപ്പം നബി പഴച്ചിലുള്ള വിഷയമല്ല അവിടെ ഉള്ളത്. നബി ദഅവത്തുമായി വരുമ്പോൾ തങ്ങളുടെ നാട്ടിൽ അന്ന് അവിടെ അരാജകത്വം മാത്രമുള്ള നാടാണ്. അതിൽ നിന്ന് പഴച്ച ആളുകളെ അള്ളാഹു തആല നന്നാക്കി ഹിദായത്താക്കി. വവജദക തങ്ങളെ അള്ളാഹു എത്തിച്ചു. വഫീഹിം ഐല അവരിൽ ദാരിദ്ര്യമുണ്ട്, ആ നിലക്കെത്തിച്ചു. ഫആയിലം ഫഅഗ്ന ആയില, ആയിന ഇടങ്ങറുള്ള ആളുകളെ ആ ഇനയിൽ ഇടങ്ങറ് തീർത്ത് അവർക്കെല്ലാവർക്കും അത്യാവശ്യം സമ്പത്ത് നൽകില്ലേ. നല്ല അർത്ഥമാണ്. ഇതാണ് രണ്ടാമത്തെ അർത്ഥം, നല്ല അർത്ഥമാണ്. മൂന്നാമത്തെ ഒരർത്ഥം അവിടെ ഉള്ളത് വളരെ ചിന്തിക്കേണ്ടതാണ്. അലം യജിദ്ക, അല്ലാഹു നിങ്ങളെ എത്തിച്ചില്ലേ, യതീമൻ യതീമായി എത്തിച്ചില്ലേ. നബി തങ്ങൾ യതീം തന്നെയാണ്. ഫആവാ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിൽക്കും അല്ലാഹു തആല തങ്ങൾക്ക് പോറ്റി വളർത്തി അഭയം നൽകി. യതീമിൻ്റെ കയ്പ് തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആശ്രയിക്കേണ്ടി വന്നില്ല. അതിന് മാത്രം സ്റ്റാൻഡേർഡോട് കൂടെ നിങ്ങളെ നോക്കി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഞാൻ പറയാൻ പോകുന്നുണ്ട്, അതിൽ നിന്ന് മനസ്സിലാകും. നബി തങ്ങളുടെ ജീവിതത്തിൽ യതീമിൻ്റെ കയ്പ് നബി തങ്ങൾ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഏതെങ്കിലും പാട്ടുകാരൊക്കെ പാടും, പാട്ടുകാർക്ക് എന്തൊക്കെ അത് നബി ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല, ഓത്തിനയക്ക അമ്മ പാണ്ടേന്ന് ചോദിച്ചിട്ട്, അതൊക്കെ അന്തല്ലാത്ത പാട്ടുകാർ അന്തല്ലാത്ത പാട്ട് പാടാൻ നബിനെ മാത്രമല്ല അന്ന് ആരും ഓത്തിനയക്കലില്ല. ഓത്തിനയച്ചവർ വളരെ കുറവേ ഉള്ളൂ. നബിനെ ഓത്തിനയക്കാതിരിക്കൽ അള്ളാഹുവിൻ്റെ തീരുമാനവുമാണ്. നബിക്ക് ഉമ്മിയുള്ള പേര് കൊടുക്കണം. നബിൻ്റെ പേരല്ലേ നബിനെ ഓത്തിനയക്കാൻ പറ്റുമോ? എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നബി തങ്ങൾക്ക് എന്തെല്ലാം അന്നത്തെ വലിയ വലിയ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ അപ്പുറം നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ചരിത്രം പറയാൻ പോകുന്നുണ്ട്. വവജദക ളാല്ലൻ ഫഹദാ, അവിടെ ചിന്തിക്കേണ്ട എന്താ അർത്ഥം. വവജദക തങ്ങളെ അള്ളാഹു എത്തിച്ചു, ളാല്ലൻ പേച്ചവരായി എത്തിച്ചു എന്നെങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുക? ഒരു കാരണവശാലും അങ്ങനെ അർത്ഥമാക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുസ്ലിമീങ്ങളെ പൊതുവെയുള്ള ഉള്ള അഖീദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദലാലത്തുണ്ടായിട്ടില്ല, പേച്ചിട്ടില്ല. അമ്പിയാക്കൾ നബുവത്തിൻ്റെ മുമ്പും ശേഷം മഅ്സൂമീങ്ങളാണ്. കശാഫിൽ അത് ജമഖ്ശരി ഇമാം പറയുന്നുണ്ട്. മറ്റ് എല്ലാ തഫ്സീറിലും ഇമാമുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ നബി തങ്ങൾ അമ്പിയാക്കൾ, നബി തങ്ങൾ മാത്രമല്ല ഏതൊരു അമ്പിയാക്കളും അവരുടെ ജീവിതത്തിൽ അവർ ലലാലത്തുണ്ടായിട്ടില്ല, വഴികേടുണ്ടായിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, കുഫ്ർ ചെയ്തിട്ടില്ല. പൊതുവെ അല്ലാഹു തആല വിരോധിച്ച ഒരു കാര്യങ്ങളും മഅ്സൂമീങ്ങളാണ് അവരവർക്കിൽ നിന്നുണ്ടാവില്ല. പിന്നെ വജദക ളാല്ലൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഞങ്ങളെ എത്തിച്ചു പേച്ചവനായിട്ട് എത്തിച്ചു എന്നോ? ഒരിക്കലും പറ്റൂല. അവിടെ ബഹറുൽ മുഹീത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? വജദക അല്ലാഹു തങ്ങളെ എത്തിച്ചു. ഐ വജദ റഹ്തക ളാല്ലൻ. ബഹറുൽ മുഹീത്തിൻ്റെ അർത്ഥം അതാണ്. വജദക വജദ റഹ്തക, അവിടെ മുളാഫിനെ കൂട്ടിക്കൊടുക്കണം. തങ്ങളെ സമൂഹത്തെ എത്തിച്ചു. ളാല്ലൻ പേച്ചവരായിട്ട്. ഫഹദാഹു ബിക, അങ്ങനെ അള്ളാഹു തആല കൊണ്ട് അർഹത്തിനെ അള്ളാഹു ഹിദായത്താക്കി. ഇതാണ് വജദക ളാല്ലൻ ഫഹദന്റെ അർത്ഥം. ഞാൻ അതേമാതിരി അർത്ഥം വെക്ക്. വജദക ആയിലം ഫഅഗ്ന,
സുക്കി ഇമാം പറഞ്ഞത് ഞാൻ വായിച്ചു, സർക്കസി ഇമാം പറഞ്ഞത് വായിച്ചു. എന്താ സർക്കസി ഇമാം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ലം യകും ഫഖീറൻ ബിൽ മാലി ഖത്തു, ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ മുതൽ കൊണ്ടുള്ള ഫഖീറായിട്ടേ ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥമുള്ളത് വജദക, തങ്ങളെ ഞാൻ അല്ലാഹു എത്തിച്ചു ആയിലൻ. ഒരിക്കൽ ബുഖാരി അർത്ഥം വെക്കുക, ബുഖാരി വെച്ച കുറേ ഫക്കീറന്മാരെ ഇടയിലെത്തിച്ചു. ബുഖാരി ഇമാമിൻ്റെ അർത്ഥം അതാണ്. ഫഅഗ്ന, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വനിയാക്കി ബിക, തങ്ങളെ കൊണ്ട് ആ ആയിലിങ്ങളെ. ഇത്ര നല്ല അർത്ഥമാണ്. അരച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, വജദക, തങ്ങളെ അല്ലാഹു എത്തിച്ചു ആയിലൻ, ദാരിദ്ര്യം വരാൻ പറ്റുന്ന എല്ലാ ചുറ്റുപാടിലുമായി എത്തിച്ചു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. പ്രത്യേകമായി പിന്തുണയോ മറ്റുള്ളതോ ഇല്ലെങ്കിൽ, യതീമായി വളർന്ന ഒരാൾക്ക് സംരക്ഷണം കൊടുക്കാൻ ആളില്ലെങ്കിൽ, ഈവായില്ലെങ്കിൽ ഫക്കീറായി വരെന്നെ ചെയ്യും. പക്ഷെ അവിടെ തങ്ങളെ ഞാൻ വനിയാക്കി. നല്ല അർത്ഥമാണ്. ഒന്നിരിക്കൽ ബുഖാരി ഇമാം അർത്ഥം വെക്കുക, അതവിടെ വെച്ചാൽ പ്രശ്നം തീർന്നു. തങ്ങളെ എത്തിച്ചു ആയിരം, കുറേ ഫക്കീറന്മാരുള്ള ദാരിദ്ര്യം പിടിച്ച ആളുകളുള്ളവരായിട്ട് തങ്ങളെത്തിച്ചു. തങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ട കുറേ ഫക്കീറന്മാരുള്ളവരായിട്ട് തങ്ങളെത്തിച്ചു. അതേതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ ആളുകൾ, നബി തങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ മക്കയിലും മദീനത്തും ധാരാളം ഉണ്ടായിരുന്നു. ഫഅഗ്ന, അവർക്കെല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കാൻ വേണ്ടി തങ്ങളെ അല്ലാഹു തആല അവൻ തങ്ങളെ മുതലാളിയാക്കി. ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഇമാമിങ്ങൾ വെച്ചിട്ടുള്ളത്. എന്നല്ലാതെ നബി പേച്ച് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രനായി എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ ഒരാകെ പറഞ്ഞ ആള്? ഈ പറഞ്ഞ ഇബ്നു കസീറാണ്. ഇബ്നു കസീർ പറഞ്ഞു, ഐ കുന്ത ഫഖീറൻ ദാഇയാലിൻ ഫഅഗ്നാക അല്ലാഹു അമ്മൻ സിവാഹു ഫജമഅ ലഹു ബൈന മഖാമിൽ ഫഖീരി സ്വാബിരി വൽ ഗനിയ്യി ശാകിരി സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി. ഇബ്നു കസീറിന് എവിടുന്ന് കിട്ടിയതാണത്? ഇബ്നു കസീർ ഇബ്നു തീമിയുടെ ശിഷ്യനാണ്. പലപ്പോഴും അവരുടെ നബി തങ്ങളെ വല്ലപ്പോഴും ചിലർക്ക് തരം താഴ്ത്താൻ പറ്റുന്ന ചാൻസ് കിട്ടിയാൽ ഉപയോഗിക്കാൻ മടിക്കാത്ത ആളുകളാണ് അവർ. ഇബ്നു തീമിൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തന്നത്. ഐ കുന്ത ഫഖീറൻ ദാഇയാലിൻ, കുറേ കുട്ടികളുള്ള മക്കളുള്ള കുറേ സംരക്ഷിക്കേണ്ട ആളുകളുള്ള ഒരു ഫക്കീറുകളും. അപ്പം നബിയും ഫക്കീർ, ഇയാലും ഫക്കീർ. فأغناك الله عمن سواه فجمع له بين مقامي الفقير الصابر والغني الشاكر. ഷാക്കിറായ വനിയിൻ്റെയും സ്വാബിറായ ഫക്കീറിൻ്റെയും രണ്ട് മക്കാമു നബി തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. പിന്നെ വന്നിട്ടുണ്ട്, ആദ്യം ഫക്കീറായിട്ടുണ്ട്, അവർ രണ്ടും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇത് പറയാ? നബി തങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഫഖർ, നബി തങ്ങളെ ചരിത്രം പഠിക്കി. എന്നാണ് നബി തങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നിട്ടുള്ളത്? നബി തങ്ങളെ കയ്യിൽ എന്തെങ്കിലും സമ്പത്തില്ലാത്ത സമയം എന്നാണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് അതുണ്ടായിക്കോളണമെന്നില്ല. നക്കൽ പറയട്ടെ, ഇന്ന ആൾ പറഞ്ഞ തഫ്സീറാന്ന് പറയട്ടെ, ഹദീസ് കൊണ്ടോ ഖുർആൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കൊണ്ടോ തെളിയിക്കട്ടെ. ഇമാമിങ്ങളെ കൗലിനെതിരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ഫഖീറൻ ഖത്തു എന്ന് പറഞ്ഞതിനെതിരായത് കൊണ്ട് ആ തഫ്സീർ തള്ളേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ദുർറുൽ മൻസൂറിൽ ഈ ആയത്തെ തഫ്സീർ പറഞ്ഞത് ഇങ്ങനെയാണ്. ദുർറുൽ മൻസൂർ പറഞ്ഞാൽ ഹദീസ് കൊണ്ട് ഖുർആനിക്ക് തഫ്സീർ അറിയുന്ന കിതാബാണല്ലോ. അതിൽ തഫ്സീർ കണ്ടോളി. വഅഖ്റജ ഇബ്നു അബീ ഹാതിമിൻ വൽ ബൈഹഖിയ്യു ഫി ദലായിലി വഇബ്നു അസാകിരിൻ. ഇബ്നു അബീ ഹാതിം ബൈഹഖി ദലായിലുൻ നുബുവയിൽ ഇബ്നു അസാകിർ മിൻ തരീഖി മൂസ ബിൻ അലി ഇബ്നു റബാഹിൻ, മൂസ ബിൻ അലി ഇബ്നു റബാഹിൻ്റെ തരീഖിൽ കൂടെ അന്നബീഹി, മൂസ എന്നവർ അലി ഇബ്നു റബാഹിനെ തൊട്ട് പിതാവിനെ തൊട്ട് റളിയല്ലാഹു അൻഹു അൻഹു ഖാൽ കുന്തു ഇൻദ മസ്ലമത ബിൻ മഖ്ലദിൻ, ഞാൻ മസ്ലമത്ത് ബിൻ മഖ്ലദിൻ്റെ അടുത്തായിരുന്നു. വ ഇൻദഹു, റബാഹ് എന്നവർ പറയാണ് ഞാൻ മസ്ലമത്തിൻ്റെ അടുക്കാണ്. അവരുടെ അടുക്കലുണ്ട് അബ്ദുല്ലാഹിബിനു അംർ ബിൻ അൽ ആസി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ ആസി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇടപഴകിയ സ്വഹാബി. അംർ ബിൻ അൽ ആസിൻ്റെ പേര് മകൻ. അംർ ബിൻ അൽ ആസ് മുസ്ലിമാവുന്നതിൻ്റെ മുമ്പ് മുസ്ലിമായവരാണ് അവരുണ്ട്.
ഫതമസ്സല മസ്ലമതു ബിബൈത്തിൻ മിൻ ശിഅരി അബീ ത്വാലിബിൻ. അബൂ ത്വാലിബിൻ്റെ ബൈത്തിൽ നിന്നുള്ള ഒരു ബൈത്ത് കൊണ്ട് മസ്ലമത്ത് ഒരു ഉദ്ധരിച്ചു പാടി. അബൂ ത്വാലിബിൻ്റെ ഒരു ബൈത്ത് ഉദ്ധരിച്ചു. ഫഖാല, ആ ഉദ്ധരിച്ചതിന് ശേഷം മസ്ലമത്ത് പറഞ്ഞു, ലൗ അന്ന അബാ ത്വാലിബിൻ റആ മാ നഹ്നു ഫീഹി അൽ-യൗമ മിൻ നിഅമത്തില്ലാഹി വ കറാമത്തിഹി ലഅലിമ അന്ന ഇബ്ന അഖീഹി സയ്യിദുൻ ഖദ് ജാഅ ബി ഖൈരിൻ കസീർ. മസ്ലമ പറയാണ്, അബൂ ത്വാലിബിനെ ബൈത്ത് ഉദ്ധരിച്ചതിന് ശേഷം, ഇന്ന് അബൂ ത്വാലിബ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു തആല ചെയ്തതായ വലിയ അനുഗ്രഹവും വലിയ കറാമത്തുകളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് അവർ കാണുകയാണെങ്കിൽ ലഅലിമ അന്ന ഇബ്ന അഖീ സയ്യിദുൻ ഖദ് ജാഅ ബി ഖൈരിൻ കസീർ, അവരുടെ സഹോദരൻ്റെ മകൻ ധാരാളം ഖൈറിനെ കൊണ്ടുവന്നവരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇന്നില്ലല്ലോ, നമ്മുടെ അനുഗ്രഹം കാണാൻ അവരില്ലല്ലോ. ഫഖാല അബ്ദുല്ലാഹ്, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വയൗമഇദിൻ ഖദ് കാന സയ്യിദൻ കരീമാ. അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുന്ന അന്ന് തന്നെ അവരുടെ സഹോദരൻ്റെ മകനായ റസൂലുള്ളാഹി അന്ന് തന്നെ കാന സയ്യിദൻ, അവർ നേതാവായിരുന്നു, കരീമ, വലിയ ഖൈറിനെ ചെയ്തതായ ധർമ്മിഷ്ഠനുമായിരുന്നു. ഖദ് ജാഅ ബി ഖൈരിൻ കസീർ, അവർ ധാരാളം ഖൈർ ദുനിയാവ് കൊണ്ടുവന്നിട്ടുമുണ്ട്. ഫഖാല മസ്ലമ, അപ്പോൾ മസ്ലമ പറഞ്ഞു, ഇന്നാണ് മുതലുണ്ടായത്, നബിൻ്റെ കാലത്തും അല്ലാതെ മുതലില്ലായിരുന്നു എന്നാ. അതിനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് പറയുന്നത്, നബിൻ അന്ന് തന്നെ അബൂ ത്വാലിബ് ഉള്ള കാലത്ത് തന്നെ സയ്യിദുമാണ്, കരീമുമാണ്, ധാരാളം ഖൈർ കൊണ്ടുവന്നവരുമാണ്. ഇപ്പോൾ മസ്ലമ ചോദിക്കുകയാണ്, അലം യഖുലില്ല അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്നാ. അവിടെ പുറത്തോ വജദക ആയില എന്നല്ല ഖുർആനിൽ നിങ്ങൾ ഫഖീറായി എത്തിച്ചു എന്ന് പറഞ്ഞില്ലേ എന്ന മസ്ലമാണ് മനസ്സിലാക്കിയ തഫ്സീർ. ഫഖാല അബ്ദുല്ലാഹി, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മൽ യതീം, അപ്പോൾ യതീം നബി ആയിരുന്നു എന്നുള്ളത്, ഫഖദ് കാന യതീമൻ മിൻ അബവൈഹി, നബി തങ്ങളെ വാപ്പയും ഉമ്മയും മരിച്ച നബി തങ്ങൾ യതീമായിട്ട് ഞാൻ വളർന്നിട്ടുള്ളത് ശരിയാണ്. വ അമ്മൽ ഐലത്തു, ആയിലൻ എന്നല്ലോ, ആ അതിൻ്റെ മനതാ കേട്ടോ, ഫകുല്ലു മാ കാന ബി ഐദിൽ അറബി ഇലൽ ഖില്ലാ. വജദക ആയിലൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, പണം കുറഞ്ഞ ആള് എന്നല്ലേ. എന്നാൽ അന്ന് നബിൻ്റെ അടുത്തല്ല, അറബികൾ മുഴുവനുമുള്ള പണം എടുത്താലും അതൊക്കെ കലീലാണ് അല്ലാഹു തആല കൊടുക്കുക നോക്കുമ്പോൾ. അല്ലാഹു തആലാൻ്റെ ഖജനാവുകൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മാത്രമല്ല, അറബികളുടെ അടുത്ത് മുഴുവനുള്ളത് കൊണ്ട് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഇല്ലാത്തവരാന്ന് പറയാ. ആ ഇല്ലായ്മയാണ് പറഞ്ഞത്. എന്നിട്ട് ഫഅഗ്ന, ആ ഇല്ലായ്മയിൽ നിന്ന് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് ഞാൻ തന്നു. ഇത്ര ഫിറ്റായ അർത്ഥമാണ്, നല്ലൊരർത്ഥാണത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജദക ആയിലൻ എന്ന് പറഞ്ഞാൽ തീരെ ഒന്നുമില്ലാത്തവർ എന്നല്ല, നിങ്ങളെടുക്കൽ ഉള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ മാത്രം തയ്യില്ല, നിങ്ങൾക്ക് കൊടുക്കാനും വേണ്ടതുപോലെ ചെലവഴിക്കാനും മാത്രം നിങ്ങൾക്ക് ഞാൻ തന്നു എന്നാ ഫഅഗ്ന എന്നാണ് അർത്ഥം. അതാണ് ദുർറുൽ മൻസൂർ ഒക്കെ കാണുന്നത് ഈ ആയത്ത് തഫ്സീറിൽ. ബഹുമാനപ്പെട്ട ഇമാം റാസി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയാണ്, വഹാവുന ബി തഫ്സീരിൽ ആയിലി കൗലാനി, ആയിലിൻ്റെ തഫ്സീറിൽ രണ്ട് കൗലുണ്ട്. അൽ അവ്വലു വഹുവൽ മഷ്ഹൂർ, ഒന്നാമത്തത് അതുതന്നെയാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്, അന്നൽ മുറാദ ഹുവൽ ഫഖീറു, ആയിൽ പറഞ്ഞാൽ ഫഖീർ എന്നാണ്. വയദുല്ലു അലൈഹി മാ റുവിയ അന്നഹു ഫി മുസ്ഹഫി അബ്ദില്ലാഹ് വജദക അദീമൻ, വജദക അദീമൻ എന്നുണ്ട്. അദീമൻ ഏതായാലും ഇല്ലാത്ത ആൾ എന്നല്ലേ ആ അർത്ഥം വെക്കണം. അവിടെ ബഅദ് തഫ്സീറുകളിൽ നിന്ന് ബഅദ് തഫ്സീറായി വരുമല്ലോ. ഷാരി മറ്റേ ഷാദാ ഖിറാത്ത് പോലും ഖബർ വായിദിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു ഷാദായ തഫ്സീർ കൊണ്ട് ഹദീസിനെ തഫ്സീർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
കുരിയ അയ്യിലൻ അയ്യിലൻ എന്ന് പറഞ്ഞപ്പോട്ട് കമാ കുരിയ സയ്യിഹാത്ത് സയ്യിഹാത്ത് എന്ന് പറഞ്ഞിട്ട് സായിഹാത്ത് എന്നുള്ളടത്ത് സയ്യിഹാത്ത് എന്ന് ഓതിയ മാതിരി അയ്യിലാത്ത് എന്ന് ഓതപ്പെട്ടിട്ടുണ്ട് അയ്യിലൻ എന്ന് ഓതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താർത്ഥം വരും? വജദക തങ്ങളെ അവൻ എത്തിച്ചു, ആയിലൻ ആവശ്യത്തിന് തയ്ച്ച് പണമില്ലാത്ത ആളായിട്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുള്ള പണം നബി തങ്ങളെ ആവശ്യവും കൊള്ള നോക്കുമ്പം നബി തങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമല്ല. കാരണം ആവശ്യം എന്താ? നബി തങ്ങൾക്ക് ഇഷ്ടം പോലെ ആളെ നോക്കാറില്ലേ. പിന്നെ നബി തങ്ങൾ ഫാഗ്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ഒനിയാക്കി. ഫാഗ്നാക്കാന്ന തങ്ങളെ ഒനിയാക്കി നടത്താൻ വെക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ആ ഒനിയാക്കിയത്? നബി തങ്ങളെ ദാരിദ്ര്യം ആവശ്യം തീർച്ചത് എങ്ങനെ? സുമ്മ ഫീ കൈഫിയത്തിൽ യഗ്നായി ഉജൂഹുൻ. ആ യഗ്നായിൻ്റെ കൈഫിയത്തിൽ കുറേ കോലങ്ങളുണ്ട്, കുറേ നിരക്ക് ഇനാകുണ്ടായിട്ടുണ്ട്. ഒന്ന് അൽ-അവ്വലു അന്നല്ലാഹു തആല അഗ്നാഹു ബിതർബിയത്തി അബീ ത്വാലിബിൻ. അബ്ദുൽ മുത്തലിബിൻ്റെ ശേഷം അബൂ ത്വാലിബിൻ്റെ തർബിയത്ത് കൊണ്ട് അള്ളാഹു തആല തങ്ങളെ ഗനിയാക്കി. നാം മുമ്പ് സൂചിപ്പിച്ചു, അബൂ ത്വാലിബ് വലിയ കച്ചവടക്കാരനായിരുന്നു, വലിയ നേതാവായിരുന്നു, ധാരാളം സമ്പത്തുള്ളവരായിരുന്നു, ശിക്കായത്തും റിഫായത്തും നടത്തിയവരായിരുന്നു എന്നൊക്കെ നമ്മൾ നാളെ പറഞ്ഞിട്ടുണ്ട്. അല്ലങ്ങനെ ഒലമ്മഖ്തല്ലത്ത് അഹ്വാലു അബീ ത്വാലിബിൻ, അബൂ ത്വാലിബിന് ഇടക്ക് വെച്ച് പൊട്ടിയപ്പോൾ, കച്ചവടം പൊട്ടിയ സമയമൊന്നല്ലോ, അത് വന്നപ്പം അഗ്നാഹുല്ലാഹു ബിമാലി ഖദീജ, ഖദീജ ബിവിനെ മുതൽ കൊണ്ട് അള്ളാഹു തആല നബി തങ്ങൾക്ക് ഇന നൽകി. വലമ്മഖ്തല്ല ദാലിക അഗ്നാഹുല്ലാഹു ബിമാലി അബീ ബക്കർ. ഖദീജ ബിവിയുടെ മുതലിൻ്റെ ആ ഒരു ഇത് പ്രതാപം തീർന്നപ്പോൾ വലമ്മഖ്തല്ല ദാലിക അഗ്നാഹു ബിമാലി അബീ ബക്കർ വലമ്മഖ്തല്ല ദാലിക അമറഹു ബിൽ ഹിജ്റ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുതലും ഏകദേശമൊക്കെ തീരാറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജ്റയ്ക്ക് വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. വാഗ്നാഉ ബി ആനത്തിൽ അൻസാർ, അൻസാറുകൾ നബി തങ്ങളെ സഹായിക്കൽ കൊണ്ട് നബി തങ്ങളെ അള്ളാഹു തആല ഗനിയാക്കി. സുമ്മ അമറഹു ബിൽ ജിഹാദ്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. വാഗ്നാഹു ബിൽ ഗനായിമി, ഗനീമത്ത് സ്വത്തുക്കളെ കൊണ്ട്, ഫൈമത്ത് സ്വത്തുക്കളെ കൊണ്ടെല്ലാം നബി തങ്ങളെ അള്ളാഹു തആല ഗനിയാക്കി. وإن كان إنما حصل بعد نزول هذه السورة لكن لما كان ذلك معلوما لكم كان كالواقع. ചോദ്യത്തിന് മറുപടി, ഈ സൂറത്ത് മക്കിയാണല്ലോ, ഹിജ്റന്റെ മുമ്പ് ഇറങ്ങിയതല്ലേ, പിന്നെ ഹിജ്റന്റെ ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തുക? അതിന് പറയാണ് അത്താമ്രുള്ളൻ്റെ വകുപ്പപ്പെട്ടതാണ്, വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഉറപ്പായത് കൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയതാണ്. ഫാഗ്ന എന്ന് മാദിനസി കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ഹിജ്റ പോയതിൻ്റെ ശേഷം അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ നബി തങ്ങളെ നോക്കിയിട്ടുണ്ട്. എന്താണ് ആ നബി തങ്ങളെ ഒനിയാക്കിയത്? മദീന നാടിൻ്റെ 4/1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ നബി തങ്ങൾ പതിച്ച് നൽകിയിട്ടുണ്ട്, നബി തങ്ങൾക്ക് ഹദിയായി നൽകിയിട്ടുണ്ട് അൻസാറുകൾ. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ മദീനയിൽ എത്തലോട് കൂടെ മദീനയിൽ നബി തങ്ങൾ മദീനയുടെ 4/1 അവകാശിയാണ്. ബാക്കിയുള്ളവർക്ക് എല്ലാവരും 4/3 ഉള്ളൂ. അപ്പോൾ നബി തങ്ങൾ അവിടുത്തെ മദീനത്തെ രാജാവ് നബി തങ്ങൾ, ഭരണാധികാരി നേതാവ് നബി തങ്ങളാണ്, രാജാവ് നബി തങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇൻഷാ അല്ലാഹ് നബി ഇമാമിൻ്റെ ഇബാറത്ത് ധരിക്കുന്നുണ്ട് അതിന് റുവിയ എന്നല്ലാതെ. ചില ആളുകൾ മനസ്സിലാക്കും നബി തങ്ങൾ ഹിജ്റ പോണത് ഒരു 4 മുത്തഅല്ലിമീങ്ങളെയും കൂട്ടി ഒരു പള്ളിക്ക് മുദരിസായി പോണ മാതിരിയാണ്, ഖത്തീബായി പോണ മാതിരിയാണ്. തെറ്റാണത്. അവനുണ്ട് ഓരോരുത്തരും അവരവരെ ഖദർ അനുസരിച്ച് നബി തങ്ങൾ മനസ്സിലാക്കുക. നബി തങ്ങളെ ഖദർ വേറെ തന്നെ മനസ്സിലാക്കണം. നബി തങ്ങളെ ലോകത്തിനൊക്കെ മാതൃകയായി ലോകം ഭരിക്കാൻ വേണ്ടി, നബി തങ്ങൾക്ക് സ്വൈര്യമായി ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ കൂട്ടിക്കൊണ്ടുപോയതാണ്, കരാറ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇമാം റാജി തുടരുകയാണ്. റുവിയ അന്നഹു അലൈഹിസ്സലാം ദഖല അലാ ഖദീജത വഹുവ മഗ്മൂമുൻ. ഇത് വളരെ വിഷയത്തിലുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഖദീജ ബീവിയുടെ അടുക്കലേക്ക് കയറി ചെന്നു. ഖദീജ റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ വിഷമം പിടിച്ചവരാണ്. അപ്പോൾ ഖദീജ ബീവി ചോദിച്ചു, മാലക്, എന്താ നിങ്ങൾക്ക്?
ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു അസ്സമാനു സമാനു കഹത്തിൻ, ഈ കാലം വല്ലാത്ത വരൾച്ചയുള്ള കാലമാണ്. ഫഇന്ന നബദൽതുൽ മാല, ഞാൻ പണം ചെലവഴിച്ചാൽ നിന്റെ മുതലായിരിക്കും എൻഫുദു മാലുക്കി, നിന്റെ മുതൽ തീർന്നു പോകും. ഫഅസ്തഹി മിൻകി, അപ്പം നിങ്ങളെ മുതൽ ഞാൻ ചെലവഴിച്ച് തീർക്കലിനെ തൊട്ട് ഞാൻ ലജ്ജിക്കുന്നു ഖദീജ എന്ന് പറഞ്ഞു. എനിക്ക് ലജ്ജ വരുന്നുണ്ട്. ഇന്ന് ജനങ്ങളെ സഹായിക്കേണ്ട ഘട്ടമാണ്. വല്ലാത്ത വരൾച്ച പിടിപെട്ടിട്ടുണ്ട്. ചിലവാക്കുകയാണെങ്കിൽ നിങ്ങളെ മുതലെടുത്ത് ചിലവാക്കണം. അപ്പം എന്ത് ചെയ്യും? മുതൽ തീർന്നു. വൈലം അബ്ദുൽ അഖാഫുല്ലാഹ്, ഞാൻ ചിലവഴിക്കുന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് അല്ലാഹുവിനെ പേടിയുമാണ്. നിങ്ങളടുത്തുള്ള പണം നിറ നബിയല്ലേ, നിങ്ങളത് എനിക്കുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനത് ചെലവഴിച്ചാൽ അള്ളാഹു, ചെലവഴിക്കാതിരുന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. നിങ്ങളെ പണമെടുത്ത് ചെലവഴിച്ചാൽ, നിങ്ങളെ പണം തീർന്നു പോയാൽ നിങ്ങളെ ഒരു പണമില്ലാത്ത ആളാക്കി തീർക്കേണ്ട അവസ്ഥ വരുന്നത് എനിക്ക് ലജ്ജയും തോന്നുന്നു. വേറെ കിതാബുകൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ആളുകൾ പറയും മുഹമ്മദ് പേരെടുക്കുന്നത് ഖദീജൻ്റെ മുതലുകൊണ്ടല്ലേ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് മടി വരുന്നു, അതുകൊണ്ട് എനിക്ക് ലജ്ജ വരുന്നു. അങ്ങനെ ഖദീജ ബീവി ചെയ്ത പണി എന്താ? ഖുറൈശി തലവന്മാരെ മുഴുവനും വിളിച്ചു. റാസിയാണ് വായിക്കും ഞാൻ പറയുന്നത്. ഫദഅത്ത് ഖുറൈശൻ വഫീഹിം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുറൈശി തലവന്മാർ എല്ലാവരെയും ഖദീജ ബീവി വിളിച്ചു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദീജ ബീവി അവരുടെ മജ്ലിസിൽ ഒരു വലിയ മജ്ലിസിൽ ഒരു സുപ്പറ ഉപയോഗിച്ചു. അതിലേക്ക് ഉള്ളിൽ നിന്ന് അടിമകളെ കൊണ്ട് സ്വർണം, 10 ആഴത്തിൽ നിന്ന് സ്വർണം കൊമ്പ് മുറത്തിൽ കൊണ്ടുവന്ന് ചെരിയിച്ചു. അങ്ങനെ സ്വർണം കൊണ്ടുവന്ന് ചെരിഞ്ഞപ്പോൾ സിദ്ദീഖ് പറയാണ്, فأخرجت دنانيرا وصبتها حتى بلغت مبلغا لم يقع بصري على من كان جالسا قدامي لكثرة المال. മുതൽ കൂടുതലായി അധികരിച്ചതിൻ്റെ പേരിൽ, സ്വർണം കൂമ്പാരമായതിൻ്റെ പേരിൽ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് തൊട്ട് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ, ഞാൻ എൻ്റെ നേരെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ ഞാൻ കാണാതായി. അത്രയും ഉയരത്തിൽ സ്വത്ത് കൂട്ടി. സുമ്മകാലത്ത്, പിന്നെ ഖദീജ ബീവി പറഞ്ഞു, ഇഷ്ഹദു അന്ന ഹാദൽ മാല മാലുഹു ഇൻഷാ ഫറഖഹു വ ഇൻഷാ അംസക. ശ്രദ്ധിച്ചോളി, ഭക്ഷണം കൊടുത്തിട്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ നേതാക്കളോട് പറയാ, നിങ്ങൾ സാക്ഷിയായിക്കോളി, ഈ മുതൽ മുഴുവനും എൻ്റെ ഭർത്താവ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളതാണ്. അവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെലവഴിക്കും, ഇഷ്ടമുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കും. അതിൽ അവർക്കാണ് ഫുൾ അധികാരം, എനിക്കൊരധികാരമില്ല. ആയിഷ ഖദീജ ബീവിൻ്റെ മുതൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വനിയായി എന്ന് അല്ലാഹു തആല വനിയാക്കി എന്ന് പറയുന്നത്. അതേമാതിരി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കത്തുണ്ടാകുമ്പോഴും ധാരാളം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വലിയ മുതലാളിമാരിൽപ്പെട്ട ആളാണ്. അവർ ധാരാളം ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. അസ്സാനി അഗ്നാഹു ബി അസ്വാബിഹി കാനു യഅബ്ദൂനല്ലാഹ സിർറൻ ഹത്താ ഖാല ഉമർ ഹീന അസ്ലമ. ഈ ഇഗ്നായിന് കുറേ കോലുണ്ട് പറഞ്ഞല്ലോ. വേറൊരു രണ്ടാമത്തെ കോലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വനിയാക്കി. അതങ്ങനെ ആദ്യമെല്ലാം ഉമറത്താബ് മുസ്ലിമാകുന്നവരേക്കും ഓരോരുത്തർ രഹസ്യമായി മുസ്ലിമാകുന്നവരായിരുന്നു. ഉമറത്താബ് മുസ്ലിമായപ്പോൾ ഉമറത്താബ് പറഞ്ഞു, ഉബ്റുസ്, പുറത്തിറങ്ങണം നബിയെ, ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും പരസ്യമായി ബാത്തെടുക്കുക, അള്ളാഹ്ക്ക് നമ്മൾ രഹസ്യമായി ബാത്തെടുക്കുക. അത് നടക്കൂല നബി, അള്ളാഹ്ക്കും അവിടെ പരസ്യമായി ബാത്തെടുക്കുക. ഫഖാല അലൈഹിസ്സലാം അത്താ തക്സുറൽ അസ്ഹാബ്, അതെ നമുക്ക് പരസ്യമായി ബാത്തെടുക്കാം, ആളുകൾ കൂടട്ടെ എന്ന് പറഞ്ഞു. ഫഖാല ഹസ്ബുകല്ലാഹു അന, മുറത്താബ് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു ഞാനും ഉണ്ട്, പിന്നെ എന്താ നിങ്ങൾക്ക് പേടി, എന്താണ്ട് ഇറങ്ങിക്കൂടി. ഫഖാല തആല ഹസ്ബുകല്ലാഹു ഫഖാല തആല ഹസ്ബുകല്ലാഹു ഇത്തബഅക മിനൽ മുഅ്മിനീൻ ഫഅഗ്നാ അല്ലാഹു ബിമാലി അബീ ബക്കറിൻ വബിഹൈബത്തി ഉമറ. അബൂബക്കറിൻ്റെ മുതൽ കൊണ്ടും ഉമറിൻ്റെ ഹൈബത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനിയാക്കി. അവനുള്ളത് തന്നെയാണ്, അതും ഫഅഗ്നാറിൻ്റെ അർത്ഥം തന്നെയാണ്. മൂന്നാമത്തെ അർത്ഥം 3-1 എന്നല്ല, 3 വെക്കാൻ പറ്റി തന്നെയാണ്. അഗ്നാക ബിൽ ഖനാഅത്തി, ഖനാഅത്ത് കൊണ്ട് നിങ്ങളെ മുതലാളിയാക്കി, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. അല്ലാഹു തആല തന്നത് എന്താണെങ്കിലും മനസ്സമാധാനമുള്ള ആളാക്കി, ഖനാഅത്തുള്ളവരാക്കി. ചില ആളുകൾ മനസ്സിലാക്കണം ഇത് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാ. ഇതതിന് അർത്ഥത്തിൽ പെട്ടതാണ്. നബി തങ്ങൾക്ക് എന്ത് ലഭിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അല്ലാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. നബി തങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖനാഅത്ത് കൊണ്ട് തൃപ്തിയാക്കി എന്ന് വനിയാക്കി എന്ന് പറയുന്നൊരർത്ഥം കൂടി അതിനിക്കുണ്ട്. അപ്പോൾ ഒരു മാന നബി തങ്ങൾ ഫക്കീറാവാൻ പറ്റുന്ന ഉള്ളത് വേണ്ടതുപോലെ പണം ഇല്ലാത്തവരായിരുന്നു, ആവശ്യത്തേ ഉള്ളായിരുന്നു, ചെലവാക്കാൻ മാത്രമില്ല എന്നൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഒരു കൗല അതാണ്. അൽ കൗലുസാനി ബി തഫ്സീരിൽ ആയിലി അൻത കുൻത കസീറൽ ഇയാൽ. ഇമാം ബുഖാരി വെച്ച അർത്ഥം, നബി തങ്ങൾ ധാരാളം ഇയാളുടേവരാണ്, സംരക്ഷിക്കേണ്ട ചെലവ് കൊടുക്കേണ്ട ആളുകളുള്ളവരാണ്. വഹുമുൽ ഉമ്മ, ഉമ്മത്ത് മുഴുവനുമാണത്. ഫകഫാക, അതിന് വേണ്ടതെല്ലാം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. وقيل فأغناهم بك لأنهم فقراء بسبب جهلهم وأنت صاحب العلم فهداهم على يدك. فأغنانا നിങ്ങളെ മോലാളിയാക്കിയെന്നല്ല, ഓല മോലാളിയാക്കിയെന്നാണ്. നമ്മൾ സറൗസിഫെന്ന് അർത്ഥം വെച്ച അർത്ഥതാ. ഫഅഗ്നാഹും ബിക, നിങ്ങളെ കൊണ്ട് അവരെ നാം മോലാളിയാക്കി. വജദക, തങ്ങളെ നാം എത്തിച്ചു. ആയിരൻ, ധാരാളം തങ്ങൾ സംരക്ഷിക്കേണ്ട ആളുകളുള്ളതായിട്ട് എത്തിച്ചു. ഫഅഗ്നാഹും ബിക, നിങ്ങളെ കൊണ്ട് അവരെ നാം വനിയാക്കി. കാരണം എന്താ? രണ്ടുകൾക്കുള്ള അവർക്ക് അറിവില്ലായ്മക്ക് അറിവും നൽകി, പണമില്ലാത്തവർക്ക് തങ്ങൾ കൈയറിച്ച് പണവും കൊടുത്തു. ഈ മാനാണ് തഫ്സീറുർ റാസി.